ഹലോ, ഇന്ന് ഞങ്ങൾ രാവിലെ മുച്ചിലോട്ടേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 7 മണിയാകുമ്പോഴേ ഇറങ്ങി. അമ്മക്ക് രാവിലെ 7:30 ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യണം. അമ്മ ഓഫീസിലാണ്. അപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇന്ന് ഇറങ്ങി. റിക്ഷ വിളിച്ച് ഞങ്ങൾ മുച്ചിലോട്ടേക്ക് പോകാൻ നിന്ന്. 8-ാം തീയതി മുച്ചിലോട്ടം കളിയാട്ടം തുടങ്ങി. പക്ഷേ 8-ാം തീയതി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 8-ാം തീയതി പോയില്ല. ഇത് 9-ാം തീയതി ഞങ്ങൾ വന്നെ. രാവിലെ ആയതുകൊണ്ട് ആൾ കുറച്ച് കുറവായിരുന്നു. പോയപ്പാടെ ഞങ്ങൾ അമ്മയുടെ കൂടെ കുറച്ച് സമയം അവിടെ ഓഫീസിൻ്റെ മുന്നിൽ ചെന്നിരുന്നു. അവിടെ കുറച്ച് സമയം നിന്നിട്ട് പിന്നെ അച്ഛൻ കലവറയിലാണ്. അപ്പം ഞാനും അനിയത്തിയും കൂടി അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് കലവറയിൽ നിന്ന് അച്ഛനെ വിളിച്ചിട്ട് അവിടെ അച്ഛനെ കണ്ടു. പിന്നെ അതും കൂടി കഴിഞ്ഞ് അമ്മ ഡ്യൂട്ടിക്ക് പോയി. ഞങ്ങൾ ജസ്റ്റ് തെയ്യം കാണാൻ പോയി. അപ്പോൾ തെയ്യത്തിൻ്റെ മുടിയിലെ ഇതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത് കാണാൻ നല്ല രസമായിരുന്നു. പൂ കൊണ്ടുണ്ടാക്കുന്നത് കെട്ടുന്നതൊക്കെ. കുറച്ച് സമയം അത് നോക്കി നിന്നു. പിന്നെ അവിടെ ആ സമയത്ത് കണ്ണങ്കാട്ട് ഭഗവതി ഉണ്ടായിരുന്നു. അത് നോക്കി നിന്നു. നല്ല രസം. മുച്ചിലോട്ട് ഭഗവതിയായി സാമ്യം തോന്നിക്കുന്നതാണ് കണ്ണങ്കാട്ട് ഭഗവതി. യാദവ കുലത്തിൻ്റെ കുലദേവതയാണ് ഈ കണ്ണങ്കാട്ട് ഭഗവതി. നമ്മളെ കംസന് കുട്ടികളെ വധിക്കാൻ പോകുമ്പോൾ കൃഷ്ണന് മുന്നേ ഒരു ദേവി ഉണ്ടായിട്ടില്ലേ, ആ ദേവി പറഞ്ഞു കൊടുത്തു കൃഷ്ണൻ അമ്പാടിയിൽ വളരുന്നുണ്ടെന്ന്. അങ്ങനെ കണ്ണനെ കാട്ടിക്കൊടുത്ത ഭഗവതിയാണ് കണ്ണങ്കാട്ട് ഭഗവതി. കുറച്ച് സമയം അത് നോക്കി, ഭഗവതിയുടെ ഇത് കളി നോക്കി. അത് കഴിഞ്ഞ് അമ്മ ഓഫീസിൽ നിന്ന് പെന്ന് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പെന്ന് കൊണ്ടു കൊടുക്കാൻ വേണ്ടി അമ്മയുടെ അടുത്ത് പോകുന്ന കുറച്ച് സമയം അവിടെ ഇരുന്നപ്പോൾ തെയ്യം എല്ലാവരും തൂവാൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് കുറച്ച് സമയം വന്നിരുന്ന് അവിടെ നിന്ന് വർത്താനം പറയാൻ തുടങ്ങി. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവർ തെയ്യത്തിൻ്റെ ഓരോ ഐതിഹ്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. അവർക്ക് സെപ്പറേറ്റ് അകത്ത് തന്നെ ഗാലറി അല്ലാതെ പുറത്ത് സീറ്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന തെയ്യം പുലിയൂർ കാളിയാണ്. പുലിയൂർ കാളിയുടെ ഐതിഹ്യം അറിയാലോ. നമ്മുടെ ശിവനും പാർവതിയും തുലാവനത്തിൽ പുലിയൂർ കണ്ഠനും പാർവതി പുലികരിങ്കാളിയായിട്ട് രൂപം ധരിച്ച സമയത്ത് അവർക്കുണ്ടായ മകളാണ് പുലിയൂർ കാളി. രൗദ്രഭാവത്തിലെ ദേവിയാണ്. പക്ഷേ നടക്കുന്നതെല്ലാം കാണുമ്പോൾ ഒരു ചെറിയ ക്യൂട്ട്നെസ്സാണ്. ഞാനും അനിയത്തി നോക്കുന്നുണ്ടായിരുന്നു. മൂക്കിനൊക്കെ ഒരിങ്ങനെ റെഡ് കളർ പെയിൻ്റെല്ലാം ഉണ്ട്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. ഈ തെയ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ഹൈയിൽ വട്ടം ഇങ്ങനെ കറങ്ങും. അത് കറങ്ങുന്ന കാണാൻ നല്ല രസമാണ്. പിന്നെ അച്ഛനകത്തുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ കുറച്ച് സമയം കഴിയുമ്പോൾ ആദ്യം ഞങ്ങളുടെ അടുത്തേക്കൊന്ന് വന്നു. അത് കഴിഞ്ഞ് രക്തചാമുണ്ടി ഉണ്ടായത്. രക്തചാമുണ്ടി നല്ല രൗദ്രഭാവത്തിൽ തന്നെയായിരുന്നു ഉണ്ടെന്ന്. അത് കാണാനും നല്ല രസമാണ് തെയ്യം. ഇതിൽ നമ്മുടെ രക്തചാമുണ്ടിയുടെ കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 അസുരന്മാരാ, ശുണ്ഡനിശുണ്ഡന്മാരെയും പിന്നെ രക്തബീജാസുരനെയും കൊല്ലാൻ വേണ്ടി പാർവതി ദേവി രൂപം ധരിച്ചതാണ് രക്തചാമുണ്ടിയായിട്ട്. ആ ടൈമിൽ പുലിയൂർ കാളിയും രക്തചാമുണ്ടി ഒരുമിച്ച് 2 ഒരേ സമയത്താണ് ഉണ്ടായത്. പുലികരിങ്കാളി ആദ്യം, പിന്നെ രക്തചാമുണ്ടി. അത് ഞങ്ങൾ കുറച്ച് സമയം നോക്കി. ശരിക്കും ഞാൻ കുറേ തെയ്യങ്ങൾ കാണാനൊന്നും അങ്ങനെ പോവാറില്ല. പക്ഷേ ഇവിടെ നിന്ന് അത് ഇരുന്ന് നന്നായിട്ട് കണ്ടു. നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അനിയത്തിയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഇതാണ് ഫുഡിൻ്റെ ക്യൂ. രാവിലെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നില്ലെങ്കിലും ഫുഡ് കഴിക്കേണ്ടൊക്കെ ടൈം ആകുമ്പോൾ ഒന്ന് കുറേ ആൾക്കാർ വന്നു. ക്യൂ നിൽക്കാൻ ഒടുക്കത്തെ വെയിലായിരുന്നു. നമുക്ക് കുറച്ച് സമയം നിന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി ആൾ കുറവാണ്. കാരണം ബാക്കിലെല്ലാം ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഏകദേശം 4000 പേർക്ക് കഴിക്കേണ്ട സ്ഥലമുണ്ട്. പക്ഷെ എന്നാലും അന്ന് കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഡേ കളിയാട്ടത്തിൽ അത്രയും ഉണ്ടായിരുന്നു. കറിയായിട്ട് ഫുഡിന് അച്ചാറുണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ സ്പെഷ്യൽ കൂട്ടുകറി. അവിടുത്തെ കൂട്ടുകറി ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ചോറ്. എനിക്ക് ചോറില്ലേ ഈ കറിയുടെ മേലെ ഇടുന്നത് ഇഷ്ടേയല്ല. ഇവരങ്ങനെ ഇട്ടിട്ടില്ല. അത് ഞാൻ ഒതുക്കി കുറച്ച്. പിന്നെ ഒരു കുഴിയാക്കി വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മൾ പുളിശ്ശേരി വന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് പോകുമ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിലെ വിഷ്ണുമൂർത്തി തെയ്യായിരുന്നു ഉണ്ടായിരുന്നത്.
അവിടുന്ന് കുറച്ച് സമയം ഇരുന്ന് നമ്മൾ വിഷ്ണുമൂർത്തി തെയ്യം കണ്ടു. അപ്പോഴത്തേക്കും ബാക്കി പുലിയൂർ കാളീനെയും രക്തചാമുണ്ടീനെയും നമ്മൾ തൊഴുതിട്ട് വന്നു. പിന്നെ അവിടെ ഗാലറിയിലിരുന്ന് കുറച്ച് സമയം വർത്താനം പറഞ്ഞിരുന്നു. ഒടുക്കത്തെ ചൂടായിരുന്നു, അതുകൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ രാത്രി വരണ പോലെട്ട് വീട്ടിലേക്ക് ഞാൻ വന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു അമ്മേനൊന്ന് കൂട്ടാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മേനെ കൂട്ടാൻ പോയി. തിരിച്ച് വരുമ്പോൾ അമ്മ വണ്ടി എടുത്തത്. പിന്നെ പിറ്റേ ദിവസത്തെ ചായക്ക് വേണ്ടി പുട്ടുപൊടിയും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിന്നെ ഇത് രാത്രി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. രാത്രി ഗാനമേളക്ക് പോകാമെന്ന് വിചാരിച്ച് ഇന്ന് മധു ബാലകൃഷ്ണൻ്റെ ഗാനമേളയുണ്ട്. അതേ പോകുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ മധു ബാലകൃഷ്ണൻ മുന്നിൽ പോകുന്നത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് സെൽഫിയൊക്കെ എടുത്തേട്ടോ. പിന്നെ ഞങ്ങൾ എൻ്റെ പുതിയ കോസ്റ്റ്യൂമായിരുന്നു ഇത് ഗാനമേളക്ക് പോകുമ്പോൾ ആ ഒരു രണ്ടാമത്തെ ദിവസത്തിന് വാങ്ങി. പിന്നെ അവിടെ സെറ്റിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ദൈവത്തിൻ്റെ. ഇത് നമ്മളുടെ മുച്ചിലോട്ട് ഭഗവതി അഗ്നിയിലേക്ക് പ്രവേശിക്കുന്ന രംഗമോടെ അവർ മോഡൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച് നല്ല ഒരു മുച്ചിലോട്ടമ്മേൻ്റെ ആ തെയ്യം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ നാദസ്വരത്തിൻ്റെ മ്യൂസിക്കെല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതേപോലെ തന്നെ അഗ്നികുണ്ഡത്തിൽ പ്രവേശിക്കുന്ന രംഗവും പിന്നെ മണിക്കിണർ, നമ്മളെ മുച്ചിലോട്ടമ്മ മണിക്കിണർ നോക്കുന്ന മോഡൽ, അത് നല്ല രസത്തിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മുച്ചിലോട്ടിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ഇത്ര സാധനം അതിൻ്റെ അകത്തുണ്ടായി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. പിന്നെ ഈ ഗാനമേളയുടെ സ്റ്റേജ് ഭയങ്കര ദൂരത്തായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ഇവിടെ തന്നെ സ്റ്റേജ് ഷോ ആയിട്ട് അന്ന് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പോയി. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ആ സമയത്ത് വെള്ളാട്ടം നടക്കുന്നുണ്ടായിരുന്നു പുലിയൂർ കണ്ണൻ്റെ. അപ്പോൾ അവിടെ പോയി നോക്കി. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഡാൻസ് പരിപാടി നോക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള ക്യൂ നിന്നതാണത്. ഫുഡിനാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. ഞങ്ങൾ ബാക്ക് സൈഡിലുള്ള ആൾക്കാർ, നേരത്തെ കാണിച്ച ഫ്രണ്ട് സൈഡിലുള്ള ആൾക്കാർ. ക്യൂവിൽ ഏകദേശം 1 മണിക്കൂർ നിന്ന ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് രണ്ടാമത്തെ ദിവസമായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ അത്ര കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ. ആ കുറച്ച് ആൾക്കാരാണ് ഇത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് ഫുഡിന് അതേപോലെ അച്ചാർ, പിന്നെ നമ്മളുടെ അച്ചാറും പച്ചടി എല്ലാ ടൈമും ഉണ്ടാവും. പിന്നെ കൂട്ടുകറി, പിന്നെ നമ്മളുടെ ചോറും ഇതും കണ്ട. ചോറ് ഈ കറിയിലേക്ക് എന്തിനാണ് വിളമ്പുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇപ്രാവശ്യം സെയിം ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുഴിയൊക്കെ ഇട്ട് കാത്തു നിന്നപ്പോൾ ഇന്ന് രാത്രി പുളിശ്ശേരി അല്ലായിരുന്നു കേട്ടോ, ഇന്ന് സാമ്പാറായിരുന്നു രാത്രി. കാരണം രാത്രി കുറേ പേര് വന്നങ്ങനെ. പിന്നെ അവിടുത്തെ ഡാൻസേഴ്സൊക്കെ ഇതിലേക്ക് പോകുന്നുണ്ടായിരുന്നു. മധു ബാലകൃഷ്ണൻ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് ഗാനമേളക്ക് പോയി. പിന്നെ ഗാനമേളയുടെ സ്ഥലം കുറച്ചുകൂടി ദൂരം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയില്ല. നമ്മൾ ഡാൻസ് പരിപാടിയൊക്കെ കുറച്ച് നോക്കി. അവിടുത്തെ പുതിയ ചന്തകൾ, മാർക്കറ്റിൽ പോയി കുറച്ച് സാധനം നോക്കി. നമ്മൾ കമ്മലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ ദിവസത്തേക്ക് ഇടാൻ വേണ്ടി ഞങ്ങൾ കമ്മൽ വാങ്ങി. പിന്നെ ഐസ്ക്രീം അന്ന് കഴിച്ചില്ല, ഓൾറെഡി ഞങ്ങൾക്ക് എല്ലാവർക്കും ചുമയായിരുന്നു. ബാക്കിയുള്ള ചന്തകൾ നോക്കി നടന്നു. കുറച്ച് അവിടെ പോയി 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ നമ്മൾ തിരിച്ചു വന്നു. സെക്കൻഡ് ഡേ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞപ്പാട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ആ ഒരു പൊട്ടാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എറിഞ്ഞാൽ പൊട്ടുന്ന നട്ടോന്നേക്കുന്ന സൗണ്ടുള്ളത്. അത് അമ്മയും അനിയത്തും ഇങ്ങനെ വെറുതെ പൊട്ടിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ട്. പിന്നെ അപ്പോഴത്തേക്ക് തന്നെ അന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ലേറ്റായി. അപ്പം നെക്സ്റ്റ് വ്ലോഗ് കാണാം. ബൈ.